ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കും പെട്രയുടെ വിശേഷങ്ങളുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഹയ്യസ്റ്റ് പോയിൻ്റിൽ നിന്ന്, അതായത് പെട്രയുടെ ഹയ്യസ്റ്റ് പോയിൻ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. നല്ല നല്ല ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പെട്രയുടെ ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഹയസ്റ്റ് പോയിന്റിലായിരുന്നു കയറിയിരുന്നത്. ഇപ്പോൾ ഞാൻ മറ്റുള്ള സ്ഥലങ്ങൾ, പെട്രയ്ക്കുള്ളിലുള്ള മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വഴികളുണ്ടെന്ന്. അപ്പോൾ ഇനി ആദ്യം ഞാൻ എടുത്തത് ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള വഴിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് അത് ഇറങ്ങിക്കൊണ്ട് താഴോട്ട് പോയിട്ട് മറ്റുള്ള വഴിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ടല്ലോ, ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പെട്രയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യം വന്ന വഴിയല്ല ഈ പോകുന്നത്, അതിൻ്റെ വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ധകാലത്ത്, അത്രയും പഴക്കമുള്ള 2 BC എന്ന് വയലിലൊക്കെ പറയുന്ന കാലത്ത് ഇത്രയും സ്റ്റീപ്പി ആയിട്ടുള്ള സ്റ്റെപ്പുകളും, പിന്നെ എവിടെയൊക്കെ മലകൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ വെട്ടിത്തുരന്ന് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ശരിക്കും നമ്മുടെ കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങളും അവർ പണിത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറെ വെട്ടിത്തുരന്ന് ഉള്ള കുറെ ഗുഹകളൊക്കെ ഉള്ള സാധനങ്ങൾ, അതൊക്കെ ടോംബുകളാന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ ഓരോരുത്തരെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ കാണുന്ന അത്രയും ഹൈറ്റിന്റെ മേലെ നിന്നാണ് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ ഗുഹകളും ഇങ്ങനെ മല തുരന്നിട്ട് കാണുന്ന സാധനങ്ങളിലൊക്കെ ഓരോരുത്തരെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുന്ന് ആൾക്കാർ പറയുന്നത് കേട്ടത്. അപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, കാരണം ഒരുപാട് ഒരുപാട് ഗുഹകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഓരോ മലകളും 10-15 പ്രാവശ്യം ഇങ്ങനെ തുരന്ന് വെച്ചിട്ട് അത് ഒക്കെ ഈ തോമ്പുകളാന്ന് പറയുന്നുണ്ട്, ഓരോരുത്തരെ അടക്കം ചെയ്തിരിക്കുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റോയൽ തോമ്പ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിശ്വസിച്ച് കാണുന്ന ഈ സംഭവങ്ങളൊക്കെ തോമ്പുകളാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതെ, ആ കാണുന്ന ആ ഒരു പില്ലറില്ലേ, ആ പില്ലർ, ആ ഒരു കോളം, അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അത് പണ്ട് കാലത്ത്, ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഇത് മാർഗമായി, ഈ പെട്ര മാർഗമായിരുന്നു ഈ ചരക്ക് നീക്കങ്ങളൊക്കെ, ഈ അറേബ്യൻ കൺട്രീസിലേക്കുള്ള ചരക്ക് നീക്കങ്ങളൊക്കെ നടന്നിരുന്നത് ഈ
പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടിയായിരുന്നു. അപ്പോൾ ഈ നബാത്യൻസ് ആയിരുന്നു ഇതിലേ ഉള്ള ചരക്ക് മാർഗങ്ങൾ, അതായത് ഈജിപ്ത്, സൗദി, ഇറാഖ് എന്നീ ഭാഗങ്ങളിലേക്കുള്ള ചരക്ക് മാർഗം നിയന്ത്രിച്ചിരുന്നതും കൺട്രോൾ ചെയ്തിരുന്നതും ഈ നബാത്യൻസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നഖബൽ റുബായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലൂടെ ഈജിപ്തിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഈ റൂട്ടിലൂടെയായിരുന്നു ഈ ചരക്കുകളൊക്കെ അന്ന് ഈജിപ്തിലോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ആ റൂട്ടിന് മറ്റേ അടയാളം വെച്ചതാണ് ആ ഒരു പില്ലർ. ഇനി നമുക്ക് കാണാൻ പോകാനുള്ളത് മൊണാസ്ട്രി ബിൽഡിംഗ് ആണ്. മൊണാസ്ട്രി ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. വേറൊരു മലയുടെ മുകളിലാണ് ഈ മൊണാസ്ട്രി ബിൽഡിംഗ് നിൽക്കുന്നത്. ആ ബിൽഡിങ്ങിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ട് മല കയറിക്കൊണ്ട് വേണം പോവാൻ. നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയമെടുക്കും നമുക്ക് അതിൻ്റെ മുകളിൽ കയറി അവിടെ എത്താൻ.
അപ്പോൾ ഇതിന്റെ ഈ മൊണാസ്ട്രിയിലേക്ക് പോകുന്ന മലയുടെ ആ വഴിന്റെ താഴെ കുറെ കഴുതകളും കുതിരകളെയും ഒക്കെ നമ്മൾക്ക് കാണാം. ഇതിനൊക്കെ ഇവര് പറയുന്നത്, ഈ കുതിരക്കും കഴുതക്കെല്ലാം ഇവര് പറയുന്നത് ടാക്സി എന്നാണ്. ഓക്കെ, അപ്പോ നമ്മൾ അവിടെ വില പേശിക്കൊണ്ട് വേണം എന്താക്കാൻ, നമ്മൾ ഈ കഴുതിനെയോ കുതിരയോ റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവർ വിളിക്കുന്നത് ടാക്സി എന്നാണ്, അതിനെ റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ അവര് പറയുക 30 ജോർദാൻ ദിനാർ, 40 ജോർദാൻ ദിനാറൊക്കെ ആയിരിക്കും. ഓക്കെ, മാക്സിമം ഒരു 20 ജോർദാൻ ദിനാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മേലെ എത്താൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്നതാണ് മൊനാസ്ട്രി ബിൽഡിംഗ്. നമ്മുടെ നേരത്തെ കണ്ട പെട്രയിലുള്ള മറ്റേ ട്രഷറി ബിൽഡിംഗ് പോലെ അതുപോലെ ഒരു സാമ്യമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ മൊനാസ്ട്രി ബിൽഡിംഗ്. അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് പല ആൾക്കാരും വന്ന് കാണാതെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും പെട്രയിലുള്ള ആ ഒരു ട്രഷറി ബിൽഡിംഗ് മാത്രം കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ട്രഷറി ബിൽഡിംഗ് പോലെ തന്നെ ഒരു സാമ്യമുള്ള അതേ ഒരു രൂപത്തിലുള്ള ഒരു നല്ലൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ട്രഷറി ബിൽഡിങ്ങും ഈ മൊനാസ്ട്രി ബിൽഡിങ്ങും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എന്നെ ആശ്ചര്യപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ആ കാലത്ത് ഇത്രയും ഭംഗിയോട് കൂടിയിട്ട്, അന്നൊരു മെഷീനറി ഇല്ല, ഡ്രിൽ മെഷീൻ ഇല്ല, കട്ടിംഗ് മെഷീൻ ഇല്ല, കൈകൊണ്ടാണ് ഇത്രയും ഭംഗിയോട് കൂടിയിട്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ ഇവര് പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ മേലെ എത്തിയപ്പോൾ തന്നെ ഈ കഴുതയുടെ കൂടെ വന്ന ആളെയും ഞാൻ പറഞ്ഞു വിട്ടു. ആക്ച്വലി 20 ജോർദൻ ദിനാറിന് നമുക്ക് റിട്ടേൺ ആണ് ഈ നമ്മൾ കുതിരനെയോ കഴുതയോ റെന്റ് ചെയ്യുമ്പോൾ. മേലേക്ക് പോവാനും താഴേക്ക് വരാൻ കൂടിയിട്ടാണ് 20 ദിനാറ് വേണ്ടത്. ഓക്കെ, അപ്പോ എനിക്ക് അത് നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ആ കഴുതക്കാരനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് താഴോട്ട് നടന്നാണ് പോയത്.
അതുപോലെ വേറൊരു കാഴ്ചയാണ് ഈ ആംപി തിയേറ്റർ. ഒരു മല അങ്ങനെ തന്നെ വെട്ടി സ്റ്റെപ്പ് പടവുകളാക്കിയിട്ട് ഒരു ആംപി തിയേറ്റർ പണിത് വെച്ചിരിക്കും. അത്ഭുതങ്ങളല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയാ. ഭയങ്കര കാഴ്ചയാണ് അത്. ആ ആംപി തിയേറ്റർ അതിന്റെ ഓപ്പോസിറ്റുള്ള മലയിൽ കയറി നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പെട്ര എന്നുള്ളത്. കാരണം പഴയ കാല ചരിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി പെട്രക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങി. ഏകദേശം ഞാനൊരു 6 മണിക്കൂറോളം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന പ്രോപ്പർട്ടി. ഇത് പെട്ര വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നും ഒരു 800 മീറ്റർ, 1 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ എന്നോട് പലരും മുമ്പത്തെ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയിലാണ് നിൽക്കാറ്, പിന്നെ ഹോട്ടൽ റൂം എടുത്തിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹോം സ്റ്റേ പോലെയുള്ള ഒരാൾ പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണിത്. അപ്പോൾ അതിൽ 2-3 റൂമുകളുണ്ട്. അതിൽ ഒരു റൂമും പിന്നെ അതിന്റെ കിച്ചണും യൂസ് ചെയ്യാം, ഡൈനിങ് ഹാൾ യൂസ് ചെയ്യാം. അത് നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ വേറെയും ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമ്മളിങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഫസ്റ്റ് കാണുന്നത് ഒരു ലിവിങ് റൂം പോലെയാണ്. പിന്നെ അത് നേരെ വേറെ റൂമുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ, പിന്നെ അവിടെ കിച്ചൺ, നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അവിടുന്ന് കുക്ക് ചെയ്യാം. ഞാൻ ആകെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് എൻ്റെ ബെഡ്റൂമാണിത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്ക് ഇവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞാൻ ഇതിൻ്റെ പെട്രയുടെ രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിലാണ് അതുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പകല് വെളിച്ചത്തിലുള്ള ഈ പെട്രയുടെ സിറ്റിയുടെ വ്യൂ കാണിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ പെട്രയുടെ വ്യൂ കിടക്കുന്നത്. തട്ടായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോ തിരിച്ചു പോകണം. ഇനിയിപ്പോ നേരെ പോകുന്നത് നേരത്തെ വന്ന അക്കാബ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തോട്ടൊക്കെ ഇനി ഡ്രൈവ് ചെയ്ത് പോകണം. ഇന്ന് രാത്രി വാദി റമ്മ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ആണ്. അപ്പോൾ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഇപ്പോ പെട്രയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് തിരിച്ച് അക്കാബ റൂട്ട് പിടിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാനങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പതിയെ അക്കാബ ലക്ഷ്യമായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പെട്രയുടെ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലും വീഡിയോസും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമന്റ് വഴിയും അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. Goodbye and God bless you all.